നീണ്ട ചരിത്രത്തിനിടയ്ക്ക് KG സെൻറ്ററിൽ ജമാഅത്തെ ഇസ്ലാമി സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോടിയേരിയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിണറായി സംസാരിച്ചിട്ട് എൻ്റെ ധാരണയിലില്ല. ഇലക്ഷൻ ചർച്ചയുമായി ബന്ധപ്പെട്ട് പിണറായി സഖാവ് പറഞ്ഞതുപോലെ അത്തരത്തിലൊരു ചർച്ച നടന്നതായിട്ട് ഞാൻ ഇതിൻ്റെ മുമ്പുള്ള ആളുകളായിട്ടും ബന്ധപ്പെട്ടു. അങ്ങനെയൊന്നും നടന്നിട്ടില്ല. നടന്ന ചർച്ച നേരത്തെ ചർച്ചയായതാണ്. അതുകൊണ്ടാണ് ഞാനത് എൻഡോസ് ചെയ്തില്ലെങ്കിൽ ഞാനത് എൻഡോസ് ചെയ്യില്ല. 2011 മാർച്ചിൽ നടന്ന ചർച്ചയാണ്. അത് വളരെ ക്ലിയർ ആയിട്ട് നടന്ന ചർച്ചയാണ്. അതിന് മീഡിയകൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവരിങ്ങോട്ട് സലാം പറഞ്ഞു, ഞാൻ അങ്ങോട്ടും സലാം പറഞ്ഞു എന്നാണ്. അപ്പോൾ സലാം പറയൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുണ്ട്. അതിനെയാണ് അദ്ദേഹം ലാസ്റ്റ് സ്ഥിരീകരിച്ചത്. സ്ഥിരീകരിച്ചപ്പോൾ അദ്ദേഹം ചമച്ച ഒരു ന്യായമാണ് പിന്നീട് അദ്ദേഹം നടത്തിയ ഡയലോഗ്. ഇലക്ഷനിൽ ഞങ്ങൾക്കല്ലല്ലോ ആവശ്യം. ഇലക്ഷനിൽ ആവശ്യമുള്ളവർ ഞങ്ങളോടാണല്ലോ ആവശ്യപ്പെടുക. അത് സാമാന്യമായി മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണല്ലോ. അദ്ദേഹം പറഞ്ഞതിനോടാണ് ഞാൻ പ്രതികരിച്ചത്. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന അർത്ഥത്തിൽ അദ്ദേഹം അതിൽ വളരെ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. മാത്രമല്ല അതിനുശേഷവും ഒരുപാട് ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട്. ഞാനത് വെളിപ്പെടുത്താത്തത് അദ്ദേഹത്തെ പോലെ ചില കോൺഫിഡൻഷ്യൽ ടോക്ക് അങ്ങനെ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു. എങ്ങനെ ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ വെളിപ്പെടുത്തൂലാന്ന് തീരുമാനിച്ച വെളിപ്പെടുത്തപ്പോൾ നിങ്ങൾ ചോദിച്ചാൽ വെളിപ്പെടുത്താം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. അത്തരം ഒരു പരാമർശം അദ്ദേഹം നടത്തിയിട്ടില്ല. ഞാൻ തീർത്തു പറഞ്ഞല്ലോ. അത് പറഞ്ഞിട്ടാണ് ഞാൻ ബാക്കി വിശദീകരിച്ചു. സോളിഡാരിറ്റിയെ കുറിച്ച് ഞാനാണ് ആ കാലത്ത് സോളിഡാരിറ്റിയുടെ പ്രസിഡന്റ്. ഇല്ല 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 AKG സെന്ററിൽ ഇലക്ഷൻ ചർച്ച നടന്നിട്ടില്ല. അല്ല, അത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു. പിണറായിട്ട് പാർട്ടി സെക്രട്ടറി പിണറായി തെരഞ്ഞെടുപ്പായിരുന്നു വിഷയം. പിണറായിട്ട് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച് നടന്നു. അതായത് രാഷ്ട്രീയ പ്രസ്ഥാനം മതസംഘടന എന്നുള്ള അർത്ഥത്തിൽ AKG സെന്ററിൽ കോടിയേരിയിട്ട് സംസാരങ്ങൾ, അത് ഇലക്ഷൻ അല്ലാതെ തന്നെ സംസാരങ്ങൾ ധാരാളം നടന്നിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ സംസാരിച്ചിട്ടുണ്ട്. പിണറായിട്ട് AKG സെന്ററിൽ സംസാരിച്ചത് എൻ്റെ ഓർമ്മയിലില്ല. പഴയ ആളുകളോട് ചോദിക്കേണ്ടതാണ്. അല്ല, ആ ഇലക്ഷൻ പശ്ചാത്തലത്തിലല്ല ഞാൻ കോടിയേരി സംസാരിച്ചു. അതുമല്ല, രാജ്യത്തിൻ്റെ അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ സമൂഹത്തിലെ വ്യത്യസ്ത തലങ്ങളിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ മത നേതാക്കളുമായി നിരന്തരമായി ബന്ധപ്പെടുന്നൊരു പ്രസ്ഥാനമാണ്. അതെല്ലാ വിഭാഗം ആളുകളായിട്ടും ബന്ധപ്പെടാറുണ്ട്. ആ ബന്ധപ്പെടുന്ന ഘട്ടത്തിൽ നമ്മൾ ഡിസ്കഷനിൽ വെക്കുക രാജ്യത്തിൻ്റെ അവസ്ഥകളും സ്ഥിതിഗതികളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ അന്നെന്താ ചർച്ച ചെയ്തത് എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ ഇലക്ഷൻ പശ്ചാത്തലത്തിലല്ല ആ ചർച്ച നടന്നത്. ശുദ്ധിയാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ CPM ശുദ്ധീകരണ പ്രക്രിയക്ക് വിധേയമാക്കേണ്ട ഒരവസ്ഥ ജമാഅത്തെ ഇസ്ലാമിക്ക് ഇപ്പം ഇല്ല.